ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നിങ്ങളെല്ലാവരും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അനുമോളും ശൈത്യം തമ്മിലുള്ള കോൺവെർസേഷൻ. ആ കോൺവെർസേഷനിൽ ശൈത്യ ഭയങ്കരമായിട്ട് അനുമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് PR കൊടുത്ത കാര്യവും കട്ടപ്പ എന്ന് വിളിച്ച കാര്യമൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, കട്ടപ്പ എന്ന് വിളിക്കുന്നത് അനുമോളല്ല. എനിക്ക് തോന്നുന്നു ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് സരികയോടുള്ള കോൺവെർസേഷന് ശേഷം ശൈത്യ അനുമോളെ പുറകിൽ നിന്ന് കുത്തുകയാണെന്ന് പുറത്തൊരു കോൺവെർസേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശൈത്യയ്ക്ക് കട്ടപ്പ എന്നുള്ള ഒരു വിശേഷണം കിട്ടിയത്. അത് പറഞ്ഞത് ഒരിക്കലും അനുമോളല്ല. ഇപ്പോൾ എല്ലാവരും എല്ലാം കൂടെ അനുമോളുടെ നെഞ്ചത്തോട്ടിടുകയാണ്. ഇപ്പോൾ കുറ്റക്കാരി മൊത്തം അനുമോളാണ്. എനിക്കിതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, മൊണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള അനുമോളുടെ ശൈത്യയുടെയും കൂടെ കോൺവെർസേഷൻ മോഹൻലാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൻ്റെ സൈഡിൽ വെച്ച് സരികയും ശൈത്യമായിട്ടുള്ള കോൺവെർസേഷനിലായിരുന്നു. അവിടുന്ന് ശൈത്യ അനുമോളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്ക് സ്റ്റാബിങ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനുവിന് ആര്യനോട് ക്രഷാണ് എന്ന് പറഞ്ഞത് ആര്? അക്ബർ ഗ്യാങ്ങിൽ പോയി അനുമോളുടെ കുറ്റം പറഞ്ഞത് ആര്? അപ്പാനി അനുമോൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നും അതുപോലെ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നും അനുമോളുടെ പാവ കൂടോത്രം ചെയ്തതാണ് അപ്പാനി പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി വന്നു, എനിക്ക് ആകെ ബോധക്ഷയം പോലെ വന്നു, എനിക്ക് മൊത്തത്തിലൊരു ക്ഷീണമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ആര്? ഉള്ള ബാക്ക് സ്റ്റാബിങ് മൊത്തം ചെയ്തത് ശൈത്യ മാത്രമാണ്. ഇപ്പോൾ കുറ്റം മൊത്തം എല്ലാം അനുവിൻ്റെ മുകളിലും. അനുമോൾ പറയണത്രേ ശൈത്യ കട്ടപ്പത്തരം കാണിച്ചിട്ടില്ലെന്ന്. ശരിക്കും അത് വിളിച്ചത് അനുമോളല്ലല്ലോ, പുറത്തുള്ള ആൾക്കാരല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒടുക്കത്തെ ഒരു ഡ്രാമയും കരച്ചിലും. ആദില, നൂറ, ശൈത്യ ഇവരെല്ലാം കണക്കാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ കുറ്റം മൊത്തം അനുമോളുടെ തലയിലേക്ക് ഇട്ടിരിക്കുന്നു. സരികേനെക്കുറിച്ച് പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതുപോലെ ഒരു വിഷം ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞാനൊരു സാധാ പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം പറഞ്ഞത്. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയിക്കണം കമൻ്റായിട്ടും. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.